ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണുന്നത് കുറച്ച് ടിഷ്യൂ മെറ്റീരിയലും കൊണ്ട് നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് ഡ്രസ്സ് തയ്ച്ചിരിക്കുന്നതാണ് വിത്ത് ഹാൻഡ് എംബ്രോയിഡറി. അപ്പോൾ ഇപ്പോൾ അത് ടിഷ്യൂ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് ഓണം ബേസ്ഡ് ആയിട്ടാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ടിഷ്യൂ ഇതായതുകൊണ്ട് നമുക്ക് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ടിഷ്യൂവും കോട്ടണും കൂടെ മിക്സ് ആയിട്ടുള്ളതും അല്ലാണ്ടും ടിഷ്യൂ പ്ലെയിൻ പ്യുവർ ടിഷ്യൂ സാരീസും കുർത്താസും എല്ലാം ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ ഫ്രോക്സ് എല്ലാം കാണിക്കുന്നത്. എല്ലാം തന്നെ ടിഷ്യൂ മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് കാണാം. എല്ലാം റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫ്രോക്സ് ഇനിയും വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ കുട്ടി ഉടുപ്പുകൾ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് പട്ടുപാവാടയും ഉണ്ട്, അതും കാണിക്കാം. അപ്പോൾ ആദ്യത്തെ തന്നെ ഒരു കുഞ്ഞ ഉടുപ്പാണ്. അതിൻ്റെ അകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്ത ഒരു ഉടുപ്പാണ്. ഇതാണ് ആദ്യത്തെ ഉടുപ്പ്. വിത്ത് ലൈനിങ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് സ്ലീവ്ലെസ് ഫ്രോക്കിൻ്റെ അത് ഇവിടെ നമ്മൾ നല്ലോണം എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അത് കാസ്റ്റോൺ സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ്, അത് മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കാസ്റ്റോൺ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈറ്റ് പീച്ചും ഡാർക്ക് ഷെയ്ഡ് പീച്ചും കൂടെ യൂസ് ചെയ്തിട്ടാണ് വേറെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ പീച്ച് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്ക് പോർഷൻ ഫുള്ളും യോക്കിൻ്റെ അവിടെ ആ ഒരു പോർഷൻ ഫുള്ളും നല്ലൊരു പാറ്റേൺ വന്നിട്ടുണ്ട്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്കാണ്. ഇതൊരു 8 months ഒക്കെയുള്ള ഒരു കുട്ടിക്ക് ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഇതുപോലെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത്. ഒരു കുഞ്ഞു ബോയ് ഒക്കെ ആയിട്ടാണ് ബാക്കിൽ വരുന്നത്. വിത്ത് ലൈനിങ് ആണ് ഇത്. ലൈനിങ് ആയിട്ട് നമ്മൾ വൈറ്റ് ക്ലോത്ത് ഇട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ലൈനിങ് കൊടുത്തിരിക്കുന്നത്. ഇത് പിള്ളേരുടെ മേത്ത് കൊണ്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലോട്ടായിട്ടാണ് എല്ലാം അടിച്ചിരിക്കുന്നത്. അപ്പം കുഞ്ഞു പിള്ളേരുടെ മേത്തൊന്നും ഒരയത്തൊന്നുമില്ല. അങ്ങനെയാണ് ഇത് ടിഷ്യൂ ആയിട്ടാണ്. ഇത് ഓണത്തിനാണെങ്കിലും ഇടാം, അതല്ലാണ്ട് ഒരു നൈറ്റ് പാർട്ടി ഫങ്ഷൻസിനൊക്കെ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ആദ്യത്തെ ഫ്രോക്ക്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 699 ആണ്. 699 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പം നമ്മുടെ അടുത്ത ഫ്രോക്ക് കാണാം. അടുത്ത ഫ്രോക്ക് ഇതുപോലെ തന്നെ കുറച്ചും കൂടെ കസവൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഫ്രോക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ്. ഇത് വള്ളി സൈഡിൽ നമ്മുടെ മെയിനിൽ വള്ളി കെട്ടാനായിട്ടുണ്ട്. ഇത് ബ്രൊക്കേഡ് മെറ്റീരിയലാണ്. ഇവിടെ ഒരു കുഞ്ഞു ബോയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പടി കസവും കൊടുത്തിട്ടുണ്ട്. മെയിനിൽ കെട്ടുന്നത് ഈ മെറ്റീരിയൽ ബ്രൊക്കേഡ് പീസാണ്. അത് കഴിഞ്ഞിട്ട് സൈഡിൽ ഡ്രസ്സിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുഞ്ഞ് ഈ സെയിം ആദ്യം കാണിച്ച ഈ ബ്രൊക്കേഡ് മെറ്റീരിയലിന് മാച്ചിങ് ആയിട്ട് പോകുന്ന കളർ കോമ്പിനേഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. നടുക്കൊരു ഫ്രഞ്ച് നോട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ബോയ് ഉണ്ട്. ബോയിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ഒരു കസവ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഈ ഒരു മെറ്റീരിയലും വരുന്നത്. ഇതും സെയിം ഏജ് ഗ്രൂപ്പിൻ്റെ തന്നെയാണ്. 6 to 8 months പ്ലസ്സിലുള്ള ആൾക്കാർക്ക് ഇടാവുന്നതാണ്. ഇതിൻ്റെ റേറ്റും 699 ആണ് ഇതിൻ്റെ റേറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. അടുത്തത് വന്നിട്ട് ഇതിൻ്റെ അകത്ത് എംബ്രോയിഡറി ഒന്നുമില്ല. നമ്മളൊരു നെക്ക് പീസും അതുപോലെ തന്നെ ഒരു ബൂട്ടീസുമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബൂട്ടീസ് ഇതുപോലെ മെറ്റീരിയൽ ഇതുപോലെയാണ് വരുന്നത്. ഇവിടെ ഒരു നെക്ക് പീസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ മേളിൽ ഇതിൻ്റെ തന്നെ സെയിം മെറ്റീരിയലും കൊണ്ട് കൊടുത്തിട്ട് ഒരു ടാസിലും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടാസിലും ഈ നെറ്റിൻ്റെ ഇതാണ് നമ്മൾ ടാസിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ബൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. ബൂട്ടീസിലാണെങ്കിൽ ഒരു നെറ്റ് ഫിനിഷ് തന്നെയാണ് ബൂട്ടീസിലും കൊടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞ് കസവും കൊണ്ട് തന്നെ നമ്മൾ ലേസ് പോലെ ആക്കിയിട്ട് നടുക്കൊരു ബീഡും കൂടെ വെച്ചിട്ടാണ്. ഇത് എലാസ്റ്റിക് ആണ്. അപ്പോൾ കുറച്ച് സ്ട്രെച്ചബിൾ ആണ്. ഇങ്ങനെ ബൂട്ടീസ് ഇടാൻ എളുപ്പമാണ് പിള്ളേർക്ക്. ഇതാണ് ഇത് സെറ്റായിട്ടാണ് വരുന്നത്. ഈ ഡ്രസ്സും അതുപോലെ തന്നെ ഈ ബൂട്ടീസും കൂടെയാണ് വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റ് 750 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതാണ് 3 ഡ്രസ്സസ്. ഇനി നമുക്ക് 2 പട്ടുപാവാട കണ്ടു നോക്കാം. പട്ടുപാവാട ഒരു 3 years ഒക്കെയുള്ള 2.5 to 3 years ഒക്കെയുള്ള പിള്ളേർക്ക് പറ്റിയ പട്ടുപാവാടയാണ്. ഇതാണ് പാവാട. ഇതിൻ്റെ അകത്തും ഇതുപോലെ തന്നെ ടാസൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രൊക്കേഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ടാസൽസ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. അപ്പോൾ
ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ഇത് സ്ലീവ് ഇല്ലാണ്ട് ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ബ്ലൗസാണ്. ഇവിടെ നമ്മൾ കഴുത്തിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ ടൈ ചെയ്യാനുള്ള നോട്ടുമായിട്ട് വിത്ത് ടാസിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ്, ബാക്ക് ഓപ്പൺ ആണ്, താഴെ മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ ഹുക്കാണ് പിടിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് കുഞ്ഞു ബട്ടൺസ് ഈ സെയിം ബ്രൊക്കേഡ് ബ്ലൗസിൻ്റെ തന്നെ ആ സെയിം മെറ്റീരിയൽ കൊണ്ട് ബട്ടണും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ. ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ടാസിൽസ്, ഇവിടെ 2 ടാസിൽസ് വെച്ചു. ഒരു ടാസിൽസിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു ടാസിലും കൂടെ വരുന്ന ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബ്രൊക്കേഡിൻ്റെ ചുറ്റും എംബോസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ടാസിൽ അതിന് ചുറ്റും ഈ കസവും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത്. അപ്പോൾ റെഡും യെല്ലോയും കൂടെ ആയിട്ട് വന്ന ഒരു കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെ പാവാടയായിട്ട് വിത്ത് ലൈനിങ്, വിത്തൗട്ട് ലൈനിങ് ആണ് ഇത്, വിത്ത് ലൈനിങ് അല്ല ഇത്. പട്ടുപാവാടയ്ക്ക് ലൈനിങ് ഇല്ല. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് വരുന്നത്. ഇതൊരു 3 years, 2.5 to 3 years ഒക്കെയുള്ള പിള്ളേർക്ക് പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ഗ്രൂപ്പ് അതാണ്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 750 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്ത നമ്മൾക്ക് പട്ടുപാവാട ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഒട്ടും എംബ്രോയ്ഡറി ചെയ്തിട്ടില്ല. അടുത്തതിൽ വരുമ്പോൾ ഇതെല്ലാം ടിഷ്യൂ മെറ്റീരിയലാണ്. അടുത്തതിൽ വരുമ്പോൾ കുറച്ച് എംബ്രോയ്ഡറി വർക്ക് ഉണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ പാവാട വരുന്നത്. ഇതിൻ്റെ അകത്തും സൈഡിൽ ഇതുപോലെ നോട്ട് ടാസിൽസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് മറ്റേതിൻ്റെ അകത്ത് 2 എണ്ണമാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 4 എണ്ണം ഉണ്ട് ടാസിൽസ്. അതും ഓൾട്ടർനേറ്റ് കളേഴ്സായിട്ട്, ആദ്യം ടിഷ്യൂൻ്റെ കളറ്, പിന്നെ കസുവിൻ്റെ കളറ്, ടിഷ്യൂൻ്റെ കളറ്, കസുവിൻ്റെ കളറ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്ന പാവാടയിൽ. പിന്നെ അതുപോലെ തന്നെ പാവാടയ്ക്ക് ഒരു നല്ല കസവ് ബോർഡർ ഉള്ള ഒരു പാവാടയാണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് സെറ്റ്. ബ്ലൗസിൻ്റെ അവിടെ ഒരു പടിയായിട്ട് കസവ് കൊടുത്തിട്ടുണ്ട് താഴെ. അതുപോലെ തന്നെ മേളിൽ ഇതുപോലെ തന്നെ ഒരു ബോ ചെയ്ത് വെച്ചിട്ടുണ്ട് കസവിൻ്റെ. ഒരു കുഞ്ഞ് ഫ്രഞ്ച് ബൂളിയൻ നോട്ടിൻ്റെ കുറച്ച് ഫ്ലവേഴ്സ് തയ്ച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്ലീവ്ലെസ് ബ്ലൗസാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂൻ്റെ ബട്ടൺ വെച്ച് ഇതുപോലെ ഓപ്പൺ കട്ടിങ് വെച്ചിട്ട് താഴെ ഒരു വലിയ ബോയുമാണ് കൊടുത്തിരിക്കുന്നത്. ബോയിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ടിഷ്യൂൻ്റെ ആ സെയിം ടിഷ്യൂൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ബ്ലൗസ് വന്നിട്ട്. നല്ല ഭംഗിയായിരിക്കും. കുഞ്ഞു പിള്ളേരൊക്കെ ഇതോടെ ഇട്ടുകൊണ്ട് വരുന്നത്. ഇതും 3 yearsൻ്റെയൊക്കെയാണ് ഏജ് ഗ്രൂപ്പ്. 3+ ആയിട്ടുള്ള പിള്ളേർക്ക്, അത് പൊക്കം അനുസരിച്ച് ഉള്ള പിള്ളേർക്ക് ഇത് പറ്റുന്നതാണ്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 790 ആണ് ഇതിൻ്റെ റേറ്റ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ സൈസിലുള്ള പിള്ളേർക്ക് റിക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതാണെങ്കിലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.